ഇതൊരു ഓറഞ്ച് കേക്കിലേക്ക് വേണ്ടിയാണ്. ഇതിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. 250 ml ആണ്. ഇനി ഇതിലേക്ക് 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്ത് ഇതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിനി അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇത് ഒരു പാത്രത്തിൽ ഓറഞ്ച് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. അതിൻ്റെ കുരുവും എല്ലാം പോയിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് തന്നെ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വിസ്ക സ്പൂണ എന്തെങ്കിലും വെച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ മുട്ടയൊന്നും ചേർക്കണതല്ല. ഇനി വിസ്ക് കൊണ്ട് നല്ലതായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ തട്ടി കലക്കി കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്ററിനെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ പോകാൻ വേണ്ടി 2-3 പ്രാവശ്യം തട്ടി കൊടുക്കണം. പഴയ ഒരു ദോശ തവ ഉണ്ടായിരുന്നു. അതിലാണ് വെച്ച് കൊടുത്ത് നോക്കിയത്. വെച്ചെന്നെടുത്ത് നോക്കിയപ്പോൾ അത് ശരിയായില്ല. കുറച്ച് സമയം ഇരുന്നിട്ട് അത് ശരിയാവാത്തതുകൊണ്ട് ഇഡ്ഡലി കുട്ടത്തിൽ മാറ്റി. അത് വെച്ച് കൊടുത്തപ്പോൾ അത് ശരിയായി. ഇത് വെന്തിട്ടുണ്ട്. പപ്പട കുത്തിയെടുത്ത് കുത്തി നോക്കിയപ്പോൾ വിട്ടിട്ടില്ല. ഞാൻ ഇതിനു മുമ്പേയും ചെയ്തത് ഇഡ്ഡലി കുട്ടത്തിലാണ് വെച്ചത്. അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്തത്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.